ഒക്കെയാണ് അത് കെട്ടുന്നത്. ആ കാലവൈദഗ്ധ്യം തുളുമ്പുന്ന ദിവ്യ നഗരത്തെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വിശ്വകർമാവിനെ ഏൽപ്പിക്കുകയാണ്. പിന്നീട് ബന്ധുക്കളെ എല്ലാം മാറ്റി പറപ്പിച്ച് ഭഗവാൻ യവനനെ വധിക്കാനും തീരുമാനിക്കണം. അങ്ങനെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം വെച്ച് രാത്രിക്ക് രാത്രിയിൽ വെള്ളത്തിന്റെ അടിയിൽ കടലിന്റെ അടിയിൽ ദ്വാരക ഉണ്ടാക്കുകയാണ്. ആ ദ്വാരകയിലേക്ക് ഇവിടെയുള്ള മധുരാപുരിയിലുള്ള എല്ലാ ആൾക്കാരും ആരും അറിയാതെ രായ്മാനം കടത്തി ഭഗവാൻ അവരെ അവിടെ കൊണ്ട് വിട്ടിട്ട് ഇനി ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാ, നിങ്ങൾ ഇവിടെ സന്തോഷമായിട്ടിരിക്കെ, അവിടെ ഒരാളെ യാത്ര പറഞ്ഞു വെച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭഗവാൻ വന്ന് കാലയവനെയും കൊല്ലുന്നത് അങ്ങനെയാണ്. അപ്പൊ വിശ്വകർമാവിന്റെ കലാചാതുര്യവും അത്ഭുത സിദ്ധിയും കലർന്ന ദ്വാരകാ പട്ടണം 12 യോജന വിസ്താരത്തിലെ സമുദ്രത്തിൽ പൊങ്ങി വരാണ്. 12 യോജനയിലാണ് നമ്മുടെ വിശ്വകർമാവ് ഭയങ്കര ഭംഗിയോടുകൂടി, ഭയങ്കര ആർട്ടോട് കൂടിയിട്ട് എന്താ പറയാ, നല്ല ഭംഗിയില് ആ കൊട്ടാരം പണിതു കൊടുക്കുന്നത് അങ്ങനെയാണ്. അതങ്ങനെ സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരികയാണ്. അത് വേറെ ആർക്കും അങ്ങോട്ടേക്ക് പ്രവേശിക്കാനും പറ്റില്ല. ആ ഭഗവാൻ തന്നെ യോഗ പ്രഭാവത്തിൽ സർവരെയും അവരറിയാതെ തന്നെ അങ്ങോട്ട് മാറ്റി താമസിക്കുകയോ, മധുരയിലുള്ള ഓരോ ആൾക്കാരും